Hello, Mika, inneke. Good morning. Good morning. Good morning. Good morning. Good morning. എന്നേക്ക് പുറത്തു പോണ്ടേ? വീക്കെൻഡാ, വാ. എനിക്ക് വയ്യ മുത്തേ. ഒരു മസാജ് എവിടെയെങ്കിലും കിട്ടുമോ? മസാജ് എനിക്ക് ശരീരമൊക്കെ ഭയങ്കര വേദന, ക്ഷീണം. ഒന്ന് എനർജി ആവാൻ എന്താ വഴി? നമുക്ക് മസാജ് ഉണ്ടോന്ന് നോക്കാം. മസാജാ? ഓ, ചെയ്യാം. പക്ഷെ ഈ കോവിഡ് കാലത്ത് അതൊക്കെ അത്ര സേഫ് ആണെന്നോ? എനിക്കറിയില്ല, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ, നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നാ പോയി ബ്രഷ് ഒക്കെ ചെയ്യാൻ ഞാൻ നോക്കട്ടെ. കൊല്ലത്ത് 2-3 ഉണ്ട്. ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഡീഫോർട്ട് എന്ന് പറഞ്ഞ ഒരെണ്ണം തങ്കശ്ശേരിയിൽ ഒരെണ്ണം ഉണ്ട്. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനിവിടെ കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ആയുർവേദ മസാജ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോയിൻമെൻറ്റ് ബേസിസിലാണോ എടുക്കുന്നത് അതോ? ഓക്കെ, ഇന്ന് മോർണിംഗ് ഒരു 9 o'clock ഫസ്റ്റ് സ്ലോട്ട് ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കാമോ? ഫോർ എ കപ്പിൾ. അതെ, എത്ര ആവും കോസ്റ്റൊക്കെ? റിയലി? ഓ, നിങ്ങൾക്കിപ്പോൾ ഓഫേഴ്സ് റണ്ണിങ് ആണോ? ഓക്കെ 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 ഓക്കെ, പ്ലീസ് ബ്ലോക്ക്. മല്ലു കപ്പിൾ ട്രാവലർ. യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്തായി, ശരിയായാ? മസാജ് ചെയ്യാൻ വല്ല സ്ഥലവും റെഡി ആയാ? ഇവിടെ ഡീഫോർട്ട് എന്ന് പറഞ്ഞു, ഓൾ സീസൺ ഇല്ലേ, ഓൾ സീസണിൽ ഡീഫോർട്ട് എന്ന് പറഞ്ഞു ഒരു ആയുർവേദ റിസോർട്ട് ഉണ്ട്. അവർക്ക് ഓഫീസൊക്കെ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയായാലും ഓൾ സീസണിന്റെ അല്ലേ, കിടിലോ ആയിരിക്കണം. ഓൾ സീസൺ ഡീഫോർട്ട് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേടേ, നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? ആയാലും കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോകുന്നതല്ലേ നല്ലത്. ഈ ഒരു ടൈം 2-3 സ്ഥലത്ത് ചോദിച്ചു, അതിൽ കമ്പാരിറ്റീവ്ലി എനിക്ക് ഇത് കുറച്ച് നല്ലതായിട്ട് തോന്നി. നമുക്ക് ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ടീ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരാം. ഇല്ല, ഇയാൾ ഉത്തരവാദിത്തമാണ്, ഞാൻ ഇയാളെ കൂടെ വരുവാണ്. വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയത്, നല്ല സ്പെഷ്യലൈസ്ഡ് ഒരു ടീം ഉണ്ട് അവർക്ക്. ആൻഡ് അത് മാത്രമല്ല, ഇത്രയും നല്ല ഫെസിലിറ്റീസിൽ ഇത്രയും നല്ലൊരു ഓഫറിന് തരണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഡെഫിനറ്റ്ലി നല്ലതായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓൾ സീസണിന്റെ ഡീഫോർട്ട്. ഇവിടുത്തെ ആയുർവേദ കിടലോ ആണ് കേൾക്കുന്നത്. നമുക്ക് ഇന്നത്തെ ആയുർവേദം ഇവിടെ നിന്ന് എടുക്കാൻ വരും. കാണാൻ നല്ല കിടലായിട്ടുണ്ട് അല്ലേ? ഗുഡ് മോർണിംഗ്. നമ്മൾ ഡീഫോർട്ടിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നടുക്കായിട്ടൊരു കറ്റാർ വാഴയുടെ ഒരു ചെടി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ പണ്ടത്തെ ഈ അമ്മൂമ്മമാരൊക്കെ പാക്കൊക്കെ ചതയ്ക്കാനൊക്കെ വേണ്ടി ചെറിയൊരു ഇതും അതിനകത്ത് തന്നെ ഒരു അതാണ് നമ്മൾ എൻട്രിയിൽ കാണുന്നത്. ഈ ഡീഫോർട്ടിലേക്കുള്ള എൻട്രിയാണ് നമ്മളിപ്പം കാണുന്നത്. 2 സൈഡിലും ബാംബൂസൊക്കെ വെച്ച് നടുക്കൂടി കുറേയധികം ആയുർവേദിക് മരങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ നിർമ്മിതി തമ്പാൻ. ഡീഫോർട്ട് ആയുർവേദിക് റിസോർട്ടിൻ്റെ കൺസൾട്ടൻ്റാണ് ഞാൻ.
ഞങ്ങളിവിടെ പരമ്പരാഗതമായ എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ അഭ്യംഗം തൊട്ട് ഞവരക്കിഴി, പഞ്ചകർമ്മങ്ങളിലെ എല്ലാ പഞ്ചകർമ്മവും, വസ്തി, എല്ലാ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നാരങ്ങാക്കിഴി, ഇലക്കിഴി തുടങ്ങിയ കിഴികളും മറ്റ് സർവാംഗധാരയും ശിരോധാരയും തുടങ്ങിയ എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഒരുപാട് വിദേശികളും സ്വദേശികളും ഇവിടെ വന്ന് ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാറുണ്ട്. നമ്മുടെ കൊല്ലത്തെ സംബന്ധിച്ചാണെങ്കിൽ ഒരുപാട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഡി ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തനതായ ആയുർവേദ ചികിത്സകൾ ഇവിടെ നടത്തുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു റിസോർട്ട് ആംബിയൻസും നമ്മൾ ബാക്കി കോവിഡിൻ്റെ സാഹചര്യത്തിലെല്ലാം ബാക്കി വൃത്തിയും ബാക്കി എല്ലാ കോവിഡ് പ്രോട്ടോകോൾസും എല്ലാം പാലിച്ചുകൊണ്ട് ആ ഒരു ആംബിയൻസിലും ഒരു ലക്ഷറി ഒരു ആയുർവേദത്തോടൊപ്പം മിക്സ് ചെയ്തിട്ട് എന്നാൽ ഏറ്റവും സാധാരണക്കാർക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധാരണക്കാർക്ക് പോലും വന്ന് ആ ഒരു നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എല്ലാ സൗകര്യത്തോടു കൂടി തിരിച്ച് പോകാനായിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ് നമ്മളിവിടെ ഡി ഫോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നതാണ് മുട്ടുവേദന, അങ്ങനെയൊക്കെയുള്ള പല റിലേറ്റഡ് പെയിൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ അമിത വണ്ണത്തിനുള്ള ട്രീറ്റ്മെൻറ്റ്സ്, അതൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടാണ് മിക്കവരും ആയുർവേദത്തിൽ തിങ്ക് ചെയ്യുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്നാൽ നല്ല വൃത്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡി ഫോർട്ട് മാനേജ്മെൻറ്റ് ഈ ആയുർവേദിക് റിസോർട്ട് ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഒരു തവണ വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ചിലർക്കൊക്കെ ഒരുപാട് കഷായം കഴിക്കണം, അല്ലെങ്കിൽ എണ്ണയുടെ ഒക്കെ മണവും ആ ഒരു ഇതൊക്കെ കാരണം ചിലർ ആയുർവേദത്തോടൊരു താല്പര്യമില്ലായ്മ കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആയുർവേദത്തിൽ കഷായവും എണ്ണകളും ഒന്നും ഒഴിവാക്കിയിട്ട് നമുക്ക് ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് സാധ്യമല്ല. എന്നാൽ ആ ഒരു വൃത്തിയിലും കാര്യങ്ങളിലും ഒക്കെ ചിട്ടയോട് കൂടി ആയുർവേദം നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന എന്നാൽ അമിതമായ ഒരു നമുക്ക് ഒരു പൈസയും ആവാത്ത രീതിയിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജീവിതചര്യകളും നിങ്ങൾക്ക് ഒരു ഡയറ്റും യോഗയും മറ്റ് എക്സർസൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. മൊത്തത്തിലൊരു ആയുർവേദം നിങ്ങൾ ചര്യയിലോട്ട് മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഡി ഫോർട്ട് ആയുർവേദ നിങ്ങളൊന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല നമ്മുടെ ഇവിടെ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഓരോ മേഖലയിലും ഞങ്ങൾ ആയുർവേദത്തിൽ തന്നെ എല്ലാം സ്പെഷ്യലിറ്റീസും ഇവിടെ ചെയ്യുന്നുണ്ട്. സ്കിന്നും ബോണും എല്ലാം സ്ത്രീകൾക്കുള്ള പ്രത്യേക വിഭാഗമൊക്കെ ഇവിടെ റൺ ചെയ്യുന്നുണ്ട്. അതിന് പ്രത്യേകം പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഒരു ആയുർവേദ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആയുർവേദ നേഴ്സുമാരുടെയും അതുപോലെ തന്നെ യോഗ തെറാപ്പിസ്റ്റുകളുടെയൊക്കെ ഒരു ടീം തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായും അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും പ്രത്യേക കൺസൾട്ടേഷൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യത്തിന് ഡോക്ടറെ കാണണം, ആയുർവേദ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡി ഫോർട്ടിൽ വരാവുന്നതാണ്. 100 സ്ഥലങ്ങളിൽ അന്വേഷിച്ച് നടക്കേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളും ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളും എല്ലാം നമ്മൾ വൈദ്യരത്നം പോലെ ഒരു അംഗീകൃത ഏജൻസിയുടെ മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായ മരുന്നുകളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എണ്ണകളും മറ്റുമൊക്കെ ഇവിടെ തന്നെ കാച്ചിയെടുക്കുന്നതാണ്. നിങ്ങൾ ഒരു ദിവസം എല്ലാവരും സന്ദർശിക്കൂ. ഇതെല്ലാം നേരിട്ട് തന്നെ നിങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡി ഫോർട്ടിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് റൂം. നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിനെ കുറിച്ച് ഡോക്ടർ തന്നെ നമുക്ക് പറഞ്ഞു തരും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് റൂം. ഇവിടെ നമ്മൾ ഇത് പാർട്ടാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ടേബിളാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ അഭ്യംഗം, കിഴി, അങ്ങനെ ബാക്കി എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും നമ്മളിവിടെ കിടത്തിയിട്ടാണ് പല പൊസിഷൻസിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബാക്കി തനതായ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീമിന് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ശിരസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ശിരോധാര പോലെയുള്ളത് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ശിരോധാര പാത്രത്തിനകത്ത് നമ്മൾ മെഡിക്കേറ്റഡ് ഓയിൽസ് നിറച്ചിട്ട് നമ്മളത് ധാരയായിട്ട് ശിരസിൽ ഒഴിച്ചിട്ട് അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം ട്രഡീഷണൽ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിനുള്ള സൗകര്യം നമ്മുടെ ഡി ഫോർട്ട് ആയുർവേദിക് റിസോർട്ടിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. മസാജ് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കഴിഞ്ഞതിന് ശേഷം കാണാം.
ഞാൻ പോയപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്നെ ഭയങ്കര ടയേർഡായിട്ട് എഴുന്നേറ്റ് പോയ ഞാൻ തിരിച്ചു കഴിഞ്ഞ് വന്നപ്പം എനിക്കൊരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ നമ്മുടെ മസാജ് എടുത്തതിന് ശേഷമാണ്. പല സ്ഥലങ്ങളിലും ഞാൻ മസാജും ഈ പറയുന്നൊക്കെ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും കുറേ കൂടി ഒരു വൃത്തി ഉള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ഒരു ലക്ഷറി ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് തോന്നി. പിന്നെ ബോഡിക്കും മനസ്സിനും തലയ്ക്കും എല്ലാം ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ഫീലാണ് എനിക്ക് ആഫ്റ്റർ ദി മസാജ് തോന്നിയത്. തീർച്ചയായിട്ടും വൺസ് ഇൻ എ ലൈഫ് നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.